ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ 8ാമത്തെ പാഠഭാഗമായ പച്ചിലത്തുമ്പിലൂടെ ആണ്. അപ്പോൾ 2ാം ക്ലാസ്സിലെ മലയാളം ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ളവർ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതുപോലെ മലയാളത്തിന്റെ ക്ലാസ്സുകൾ മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. പച്ചിലത്തുമ്പിലൂടെ. അവിടെ തുടങ്ങുന്നത് തന്നെ അയ്യപ്പ പണിക്കരുടെ വരികൾ കൊടുത്തുകൊണ്ടാണ്. ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു, ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു. എന്താ പറയുന്നത്? ഒരു മഴ പെയ്തതോടുകൂടി ഭൂമി മൊത്തത്തിൽ കുളിർത്തു. മഴ പെയ്തെല്ലാം നനഞ്ഞു. ഒരു കതിർ നീണ്ടു, മഴ പെയ്തത് കാരണം എന്ത് ചെയ്തു? വിത്തുകൾ മുളച്ചു വന്നു. ഭൂമി പൊലിച്ചു, ഭൂമി വീണ്ടും മനോഹരമായി. മഴ പെയ്തു, മണ്ണ് കുളിർത്തു, വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു. വിത്തുകൾ മുളപൊട്ടി, തളിരിലകൾ തല നീട്ടി. അവർ മുകളിലേക്ക് നോക്കി. ഹായ് നീലാകാശം. ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ, പലതരത്തിൽ പല വലുപ്പത്തിൽ വെണ്ടയും മത്തനും പതിയെ വളർന്നു. എന്താ പറയുന്നത്? മഴ പെയ്തതോടുകൂടി മണ്ണ് നനഞ്ഞു. അപ്പൊ എന്തു പറ്റി? മണ്ണിന് തട്ടിരുന്ന വെണ്ട വിത്തും മത്തൻ വിത്തും എല്ലാം തലപൊക്കി വന്നു അല്ലേ, പൊടിച്ചു വന്നു. വിത്തുകൾ മുളപൊട്ടി വന്നു. എന്നിട്ട് അവർ നീലാകാശത്തെ നോക്കി. എല്ലാവരും എന്താണ്? പച്ചയുടുപ്പിട്ട ചെടികളാണ്. മഴ പെയ്തതോടുകൂടി എല്ലാവരും പച്ചയായി. പല തരത്തിൽ പല വലിപ്പത്തിൽ അവർ വളർന്ന് മുകളിലേക്ക് വന്നു. അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാമല്ലേ? ആ ചെടികളുടെ എല്ലാം ഇലകൾ നോക്കി, നല്ല പച്ചപ്പുണ്ടല്ലേ? മഴ പെയ്തപ്പോ എന്താ? മണ്ണ് കുളിർത്തു. അപ്പോ ചെടികളുടെ ഇലകൾക്കും പച്ചപ്പ് വന്നു. ഇനി എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? പയറ്, കത്തിരിക്ക, പിന്നെയോ വെണ്ടയ്ക്ക, അതുപോലെ തക്കാളി എല്ലാം നല്ല സുന്ദരികളായി നിൽക്കുകയാണ് അല്ലേ? വെണ്ടച്ചെടി മൊട്ടിട്ടു തുടങ്ങി. മൊട്ടുകൾ വിരിഞ്ഞു, മഞ്ഞ പൂക്കളായി. പൂക്കൾ കൊഴിഞ്ഞു, കായകൾ നീണ്ടു വന്നു. വെണ്ടച്ചെടി തല ഉയർത്തി നിവർന്നു നിന്നു. മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി. മത്തന് സ്പ്രിങ് പോലെ കൈകൾ നീണ്ടു വന്നു. അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി. വെണ്ടച്ചെടിക്ക് സംശയമായി. ഹേയ്, നീ എന്തിനാണ് എന്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത്? എന്തിനാ ഇങ്ങനെ മണ്ണിൽ ഇഴയുന്നത്? നിനക്ക് നിവർന്നു നിന്നുകൂടെ? അപ്പൊ എന്താ പറയുന്നത്? വെണ്ടച്ചെടിയിൽ ആദ്യം മൊട്ട് വന്നു, അതിനുശേഷം മൊട്ട് വിരിഞ്ഞു, അതിനുശേഷം എന്തായി? മഞ്ഞ പൂക്കളായി. പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടാണ് അവിടെ കായകൾ വന്നത്. അപ്പോൾ മത്തൻ എന്ത് പറഞ്ഞു കാണും? എനിക്ക് സ്വന്തമായി നിവർന്നു നിൽക്കാൻ കഴിയില്ല. മത്തൻ വള്ളി പുഞ്ചിരിച്ചു. ഞാൻ സഹായിക്കാം, കറിവേപ്പ് പറഞ്ഞു. മത്തൻ വള്ളി കറിവേപ്പിന്റെ ചില്ലയിലേക്ക് പടർന്നു കയറി. വെണ്ടച്ചങ്ങാതി നോക്ക്, ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി. വെണ്ടച്ചെടിക്ക് സന്തോഷമായി. നമുക്കറിയാമല്ലേ, മത്തന് ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറാൻ പറ്റൂ? ഇല്ല. അതുകൊണ്ട് കറിവേപ്പ് എന്തു പറഞ്ഞു? എന്റെ ചില്ലയിലേക്ക് പടർന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മത്തൻ കറിവേപ്പിന്റെ ചില്ലയിലേക്ക് പടർന്നു കയറി വെണ്ടയോടൊപ്പം പൊക്കമായി. അപ്പോൾ എല്ലാവർക്കും സന്തോഷവുമായി. എനിക്ക് ദൂരേക്ക് വിത്ത് വിതറാൻ കഴിയുമല്ലോ, വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ? മത്തൻ വള്ളി കണ്ണുകൾ വിടർത്തി. അപ്പൊ വെണ്ട എന്ത് പറഞ്ഞു? എനിക്ക് ദൂരേക്ക് വിത്തുകൾ വിതറാൻ കഴിയുമെന്ന്. അങ്ങനെ പറഞ്ഞ് വെണ്ട എന്ത് ചെയ്തു? ഇപ്പോൾ കാണിച്ചു തരാം. വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു. വിത്തുകൾ നാലുപാടും ചിതറി. ആഹാ, കൊള്ളാമല്ലോ സൂത്രം. മത്തന് അത്ഭുതമായി. വെണ്ട എന്ത് ചെയ്തു? വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ച് വിത്തുകൾ ദൂരേക്ക് തെറിച്ചു വീണു. അത് കണ്ട മത്തന് അത്ഭുതമായി. നമുക്ക് ചിത്രത്തിൽ മുകളിലായി നോക്കിയേ മത്തൻ വള്ളിയുടെ അടുത്തേക്ക് വരുന്ന അപ്പൂപ്പൻ താടിയെ കാണാം. ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നു വന്ന് മത്തൻ വള്ളിയിലിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? മത്തൻ വള്ളി ചോദിച്ചു. അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. എന്നിട്ട് ദൂരേക്ക് പറന്നുപോയി. എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കവിടെ എഴുതാം. അപ്പൂപ്പൻ താടി എങ്ങനെ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടാകും? ഞാൻ കാറ്റിലൂടെ പറന്നു വന്നു.
വെണ്ടച്ചെടി കാണിച്ച സൂത്രം എന്തായിരുന്നു? വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായകൾ പൊട്ടിത്തെറിച്ചു, വിത്തുകൾ നാലുപാടും ചിതറി. കഥയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭാഗം ചിത്രമാക്കാം. അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. മരങ്ങളും വള്ളികളും മൃഗങ്ങളും ഒക്കെയാണ് മനുഷ്യന്റെ ഉറ്റ ബന്ധുക്കൾ. ശ്രീബുദ്ധന്റെ വാക്കുകളാണ്. കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം ചിത്രമായി കൂട്ടുകാർ വരയ്ക്കുമല്ലോ. ഇലയും കറിയും. എത്ര ഇലക്കറി അറിയാം? പറയുക. ഏതില നിങ്ങൾ കറി വയ്ക്കും? മത്തനിലക്കറി അറിയാം. ഞങ്ങൾ കുമ്പള ഇലയും കറി വയ്ക്കും. ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളൻ ചീര കറി അറിയാം. പയറില അറിയാം. ചേമ്പില അറിയാം. മുരിങ്ങയിലയും കറി വയ്ക്കും. താളും തകരയും അറിയാം. പിന്നെ തഴുതാമക്കറി അറിയാമേ. പുതിനയിലയും കറിവേപ്പിലയും കറിയിൽ ചേരും. മല്ലിയില. എത്ര ഇലക്കറി അറിയാം? പറയുക. ഏതില നിങ്ങൾ കറി വയ്ക്കും? അപ്പൊ ഏതൊക്കെ ഇലക്കറിയെ കുറിച്ചാണ് പറയുന്നത്? മത്തനില, കുമ്പള ഇല, ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളൻ ചീര, പയറില, ചേമ്പില, മുരിങ്ങയില, താളും തകരയില, തഴുതാമയില, പിന്നെ പുതിനയില, കറിവേപ്പില, മല്ലിയില, ഇതൊക്കെ നമുക്കറിയാം. കുറച്ച് ചിത്രങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. മത്തനില, മുരിങ്ങയില, ചേമ്പില, ചീര ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണമായി ഉപയോഗിക്കാറുള്ള ഇലകൾ ഏതെല്ലാം? എഴുതി നോക്കാം. ഏതൊക്കെയാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഇലകൾ? നമുക്ക് എഴുതാം. മത്തനില, താള്, തകരയില, അഗസ്തിച്ചീര, ചുവന്ന ചീര, പച്ചച്ചീര, മുരിങ്ങയില, കുമ്പളത്തില, പയറില, പൊന്നാങ്കണ്ണി ചീര, മുള്ളൻ ചീര. അടുത്ത ചോദ്യം നോക്കാം. ഇല കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് പാചകക്കുറിപ്പ് എഴുതാം. നമുക്ക് എഴുതിയാലോ? എന്തിനെ കുറിച്ച് എഴുതാം? ചീരത്തോരനെ കുറിച്ച് എഴുതാം. ചേരുവകൾ: ചീര, പച്ചമുളക്, തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, ചുവന്നുള്ളി, വെളിച്ചെണ്ണ, കടുക്, ജീരകം, വറ്റൽമുളക്, കറിവേപ്പില. തയ്യാറാക്കുന്ന വിധം: ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കടുകിടുക. കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം ചതച്ച പച്ചമുളകും ചുവന്നുള്ളിയും ചേർക്കുക. ഇവ നന്നായി വയന്നു വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം ചെറിയ തീയിൽ അടച്ചിട്ട് വേവിക്കുക. മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, തേങ്ങ ചിരകിയത്, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ചതച്ചെടുത്ത ശേഷം വേവിച്ച ചീരയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചീരത്തോരൻ തയ്യാർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ഇവിടെ എഴുതാവുന്നതാണ്. ഇലകളെ നിരീക്ഷിക്കാം. നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിയ ഇലകൾ ഏതൊക്കെയാണ്? ചെറിയ ഇലകൾ ഏതൊക്കെയാണ്? ചുറ്റുപാടും നിരീക്ഷിച്ച് കണ്ടെത്താം, പട്ടികപ്പെടുത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വലിയ ഇലകളും ചെറിയ ഇലകളും നമുക്കൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. കുറെ ഇലകളുടെ പേരുകൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. വലിയ ഇലകൾ ഏതൊക്കെയാ? തെങ്ങോല, വാഴയില, ചേമ്പില, താമരയില, പനയോല, റാഫിയ റിഗാലിസ്, അത് ഏറ്റവും വലിയ ഇലയാണ്. ചെറിയ ഇലകൾ കറിവേപ്പില, പുളിയില, മല്ലിയില, പുതിനയില, മുരിങ്ങയില, മുക്കുറ്റിയില, മൈലാഞ്ചിയില. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അവിടെ ചിത്രത്തിലായിട്ട് മേശപ്പുറത്ത് ഒരു ജാറിലായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ചെടി നട്ടു വെച്ചിട്ടുണ്ടല്ലേ. ഋഷിതയുടെ ഡയറി. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് കുപ്പിയിലെ വെള്ളത്തിൽ ഞാനൊരു ചെടി വെച്ചിരുന്നു. അതിൽ കുഞ്ഞു വേരുകൾ വരാൻ തുടങ്ങിയത് ഇന്നാണ്. ഞാൻ അതിലേക്ക് കുറെ നേരം നോക്കി നിന്നു. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ കുപ്പിയിലൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ടോ? ഉണ്ടാകുമല്ലേ. ഋഷിതയുടെ ഡയറി വായിച്ചല്ലോ. നമ്മൾ വായിച്ചു കഴിഞ്ഞു. മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങൾ ഉണ്ടോ? മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങൾ ഉണ്ട്. അന്വേഷിച്ചറിയാം, കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം. ഏതൊക്കെയാണ് മണ്ണിലല്ലാതെ വളരുന്ന സസ്യങ്ങൾ? നമുക്കൊന്ന് എഴുതിയാലോ. ഏതൊക്കെയാ? മണി പ്ലാന്റ്, താമര, ആമ്പൽ, കുളവാഴ, അസോള, വാട്ടർ ക്യാബേജ്, സ്പൈഡർ പ്ലാന്റ്, സിങ്കോണിയം, ലക്കി ബാമ്പു, കോളിയസ്, ബോട്ട് ലില്ലി. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. താഴെ നോക്കൂ. രൂപങ്ങൾ നിർമ്മിക്കാം. ഇലകൾ ഒട്ടിച്ചു ചേർത്ത് രൂപങ്ങൾ തയ്യാറാക്കാം. അവിടെ തത്തയുടെ ചിത്രം, അതുപോലെ കുറച്ച് ജീവികളുടെ ചിത്രമൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാറ്റയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഇലകൾ ഒട്ടിച്ചു ചേർത്ത് രൂപങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അത് നിങ്ങൾ തന്നെ ചെയ്യണം. അടുത്ത് നോക്കിയേ, അവിടെ ആയിട്ടൊരു തെങ്ങിന്റെ ചിത്രം കാണാം. തേങ്ങയൊക്കെ ഉള്ള ഒരു തെങ്ങ്.
തെങ്ങ്, ഞാൻ തെങ്ങ്, ഒറ്റത്തടി വൃക്ഷം, എനിക്ക് ചില്ലകളില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലേ. നമുക്ക് കുറച്ച് എഴുതി ചേർത്താലോ അവിടെ. ഞാൻ കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം, ഞാൻ കൽപ്പവൃക്ഷം എന്നും അറിയപ്പെടുന്നു. എൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഉപയോഗമുള്ളതാണ്. എൻ്റെ ഓലകൾ കൊണ്ട് വീട് മേയാനും കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനും തടി കൊണ്ട് വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാനും കഴിയും. എൻ്റെ തേങ്ങ ഭക്ഷണം ഉണ്ടാക്കാനും വെളിച്ചെണ്ണയ്ക്കുമായി ഉപയോഗിക്കുന്നു. എൻ്റെ ഇളനീർ ക്ഷീണത്തിന് അത്യുത്തമമാണ്. നമ്മുടെ നാട്ടിൽ എവിടെയും എന്നെ കാണാം. കേരവൃക്ഷം എന്നും എനിക്ക് പേരുണ്ട്. നിങ്ങൾക്ക് തെങ്ങിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ കൂടി എഴുതി ചേർക്കാവുന്നതാണ്. താഴെ നോക്കിയേ, നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യത്തിനെ കുറിച്ച് എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തിനെ കുറിച്ച് എഴുതാം? വാഴയെ കുറിച്ച് എഴുതിയാലോ? വാഴയും ഇതുപോലെ ഉപയോഗമുള്ള ഒരു സസ്യമാണ്. നമുക്ക് എഴുതിയാലോ? വാഴ. എന്തൊക്കെ എഴുതാം? ഞാൻ വാഴ, എൻ്റെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ്. ഞാൻ വാഴപ്പഴം നൽകുന്നു. എൻ്റെ ഇല ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നു. എൻ്റെ കൂമ്പും പീണ്ടിയും കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നു. എൻ്റെ നാര് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഞാൻ പാളയംകോടൻ, ഞാലിപ്പൂവൻ, റോബസ്റ്റ്, ഏത്തൻ, നേന്ത്രൻ എന്നീ ഇനങ്ങളിൽ കാണപ്പെടുന്നു. എൻ്റെ ചുവട്ടിലുള്ള കന്നുകളാണ് പുതിയ തൈകൾക്കായി ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്നെ സുലഭമായി കാണാൻ സാധിക്കുന്നു. അടുത്ത പേജ് നോക്കിയേ. ആരാണ്? തോട്ടുവക്കിൽ, തൊടിയിൽ, ഇടവഴിയിലും ഇലവിരിക്കും, പൂത്തുപുഞ്ചിരിക്കും. മുള്ളുള്ള കൂട്ടരാണെങ്കിലും ഞങ്ങളെ തൊട്ടുനോക്കല്ലേ, പിണങ്ങി നിൽക്കും. എവിടെയൊക്കെയാ? തോട്ടുവക്കിലും തൊടിയിലും ഇടവഴിയിലും ഒക്കെ ഇലവിരിച്ചു നിന്ന് പൂത്തു പുഞ്ചിരിച്ചു നിന്ന് മുള്ളുള്ള കൂട്ടരെ തൊടുമ്പോൾ പിണങ്ങുന്നത് ആരാണ്? നമ്മുടെ തൊട്ടാവാടി. അവിടെ തൊട്ടാവാടി എന്ന് എഴുതണം. ഊന്നിക്കയറാൻ ഊന്നല് വേണം, പടർന്നു വളരാൻ പന്തല് വേണം. വിരലുകൾ പോലില, പൂക്കൾ മഞ്ഞ, തോരണമായി തൂക്കിയ കായ്കൾ, കായിൽ മുള്ള്, രുചിയിൽ കയ്പ്, കറിയിൽ ഗുണം, ഇവൻ ആരാവാം? ആരാണ്? ഊന്നിക്കയറാൻ ഊന്നൽ വേണ്ടവൻ, പടർന്നു കയറി പോകുന്നവൻ, വിരലുകൾ പോലില്ലയുള്ളവൻ, പൂക്കൾ മഞ്ഞയാണ്, തൂങ്ങിയ കായ്കളാണ്, കായിൽ മുള്ളുണ്ട്. അപ്പോഴേ അറിയാം പാവയ്ക്കയാണ്. രുചിയിൽ കയ്പുമാണ്, കറിയിൽ ഗുണമുള്ളവനുമാണ്. അവിടെ പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക എന്ന് എഴുതണം. അടുത്തു നോക്കിയേ. പൂവിൽ നിന്നും കായ വിരിഞ്ഞാൽ കാലിൽ കല്ലുകൾ കെട്ടിത്തൂക്കി താഴോട്ടെത്താൻ വലിച്ചു നീട്ടും പന്തലിൽ വളരും ഞാനാര്? ആരാണ് പൂവിൽ നിന്നും കായ വിരിഞ്ഞ് കാലിൽ കല്ലുകൾ കെട്ടിത്തൂക്കി താഴോട്ടെത്താൻ വലിച്ചു നീട്ടുന്നത്? ആരാണ്? പടവലങ്ങ. അപ്പൊ അവിടെ കോളത്തില് പടവലങ്ങ എന്ന് എഴുതണം. അടുത്ത പേജിൽ പാടി രസിക്കാം എന്നും പറഞ്ഞ് സുഗതകുമാരിയുടെ ഒരു കവിത തന്നിട്ടുണ്ട്. മരം. കാട്ടിലെ കിളികൾക്കും മരം വേണം, നാട്ടിലെ മനുഷ്യർക്കും മരം വേണം. പറക്കുന്ന തുമ്പിക്കും ചിരിക്കുന്ന കുഞ്ഞിനും മരിക്കുന്ന വൃദ്ധനും മരം വേണം. ശ്വസിക്കുവാൻ പ്രാണനായി മരം വേണം, കുടിക്കുവാൻ ജലമായി മരം വേണം. വിശപ്പിന് പഴമായി മരം വേണം, എരിയുവാൻ വിറകായി മരം വേണം. വിണ്ണിന്റെ മഴയായി മരം വേണം, മണ്ണിന്റെ ഉയിരായി മരം വേണം. കണ്ണിന് കുളിരായി മരം വേണം, ഞങ്ങൾക്ക് തുണയായി മരം വേണം. വെട്ടല്ലേ വെട്ടല്ലേ വലിയോരെ, വിറ്റു കാശാക്കല്ലേ പെരിയോരെ. കാടിതു ഞങ്ങൾക്കു വീടാണേ, വീട് മുടിക്കല്ലേ ഉടയോരെ. സുഗതകുമാരിയുടെ അർത്ഥവത്തായ ഒരു കവിതയാണിത് അല്ലെ. കാട്ടിലെ കിളികൾക്ക് മരം വേണം, നാട്ടിലെ മനുഷ്യർക്കും മരം വേണം. വേണമല്ലോ. പറക്കുന്ന തുമ്പിക്ക് ചെന്നിരിക്കാൻ മരം വേണം, ചിരിക്കുന്ന കുഞ്ഞിനും വേണം മരം, മരിക്കുന്ന വൃദ്ധന് കത്തിച്ച് ചാമ്പലാക്കാനും മരം വേണം. ശ്വസിക്കുവാൻ പ്രാണനായി മരം വേണം എന്ന് പറഞ്ഞാൽ ആരാണ്? ഓക്സിജൻ തരുന്നത് ആരാണ്? മരങ്ങളാണ്. കുടിക്കുവാൻ ജലമായി മരം വേണം, ജലമായിട്ട് മരം നമുക്ക് മഴ തരുന്നത് മരമാണ്. വിശപ്പിന് പഴം തരുന്നതും മരമാണ്. വിറകിനെ നമ്മൾ മരത്തെയാണ് ആശ്രയിക്കുന്നത്. മഴ തരുന്നതും മരം തന്നെയാണ്. മരം ഉണ്ടെങ്കിലേ മഴയുള്ളൂ. മണ്ണിന് ഉയിരായിട്ടും മരം തന്നെ വേണം, കണ്ണിന് കുളിരായിട്ടും മരം തന്നെ വേണം. അപ്പോൾ നമ്മുടെ തുണയായ മരത്തിനെ വെട്ടിക്കൊല്ലല്ലേ, വിറ്റ് കാശാക്കല്ലേ. ഞങ്ങൾക്ക് ഇത് വീടാണ്. മരം എന്ന് പറയുന്നത് വീടാണ്. അതുകൊണ്ട് മുടിക്കല്ലേ. മരത്തിൽ വളരുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം മരം എന്താണ്? വീടാണ്. അതുകൊണ്ട് ഈ മരം മുറിച്ച് വിറ്റു കാശാക്കി ഞങ്ങളെ വാസസ്ഥലവും വീടും തുണയും ഒന്നും നശിപ്പിക്കല്ലേ ഉടയോരെ, പെരിയ ആൾക്കാരെ, വലിയ ആൾക്കാരെ, മുതിർന്നവരെ എന്നാണ് പറയുന്നത്. നമ്മുടെ പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആക്ടിവിറ്റീസുമായി കാണാം. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.